നമസ്കാരം. തമിഴ്നാട്ടിൽ ജോസഫ് വിജയുടെ മന്ത്രിസഭ അടിസ്ഥാനപരമായി തങ്ങളുടെ ഒരു പ്രവർത്തന ലക്ഷ്യം അല്ലെങ്കിൽ തങ്ങൾ പ്രവർത്തിക്കുവാൻ പോകുന്ന ഒരു ദിശ, തങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു മാർഗരേഖ എന്നുള്ളത് അല്ലെങ്കിൽ അടിസ്ഥാന തത്വം എന്നുള്ളത് വേണമെങ്കിൽ പറയാം, അത് ഹിന്ദു വിരുദ്ധത തന്നെയാണെന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള അവരുടെ നിരവധി പ്രവർത്തനങ്ങൾ കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒന്ന്, തിരുപ്പുറംകുன்றത്തെ ദീപം തെളിയിക്കുവാനുള്ള ഹൈന്ദവരുടെ അവകാശത്തെ അംഗീകരിച്ച ഹൈക്കോടതി വിധിക്കെതിരെയുള്ള സുപ്രീം കോടതിയെ സമീപിക്കൽ. രണ്ടാമത്തേത്, ഗോവധ നിരോധനത്തിനെതിരെയുള്ള സുപ്രീം കോടതിയെ സമീപിക്കൽ. ഗോവധ നിരോധനം തമിഴ്നാടൊട്ടാകെ നടപ്പാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ ഉള്ള സുപ്രീം കോടതിയെ സമീപിക്കൽ. ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അവർ തങ്ങൾ പരിപൂർണ ഹിന്ദു വിരോധികളാണ്, സമ്പൂർണമായും ഞങ്ങളുടെ ഒരാശയം അല്ലെങ്കിൽ ഒരു മനോഭാവം ഹിന്ദുത്വ വിരോധമാണ്, ഹിന്ദുക്കളോടുള്ള വിരോധമാണ് എന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വാക്കുകളാൽ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും പുതിയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്, ഹിന്ദുമതം സ്വീകരിച്ച ഒരു അമേരിക്കൻ യുവതിക്ക് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചുകൊണ്ടുള്ള നടപടിയാണ്. അത് വിഷയം ഹൈക്കോടതിയുടെ മുൻപിലെത്തുകയും ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിജയുടെ സർക്കാരിനെ വിമർശിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരം. ഈ സംഭവത്തിൻ്റെ ഒരു പശ്ചാത്തലം, അമേരിക്കക്കാരിയായ യുവതി ക്രിസ്ത്യൻ മതവിശ്വാസിയാണ്. കഴിഞ്ഞ 6 വർഷങ്ങളായി അവർ ഹിന്ദുമതം സ്വീകരിച്ച് വളരെ സന്തോഷത്തോടു കൂടി കഴിയുകയാണ്. അവർക്ക് ക്ഷേത്രത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ് വിജയുടെ സർക്കാരും വിജയുടെ സർക്കാരിൻ്റെ കീഴിലുള്ള ക്ഷേത്രത്തിൻ്റെ ഭരണ സംവിധാനവും നിഷേധിച്ചിരിക്കുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ വിശദമായ വിവരങ്ങൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. ഈ അമേരിക്കൻ പൗരയുടെ പേര് ലോറ ഫ്രാൻസിസ് എന്നാണ്. അത് അവരുടെ മുൻ നാമമാണ്. ഇപ്പോൾ അവരുടെ നാമം ലോറ ഫ്രാൻസിസ് അയ്യങ്കാർ എന്നാണ്. ലോറ ഫ്രാൻസിസ് അയ്യങ്കാർ എന്ന ഈ അമേരിക്കൻ യുവതിക്ക് ഹിന്ദുക്കൾക്ക് മാത്രമാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം അനുവദനീയമെന്നുള്ള ന്യായം പറഞ്ഞ്, മറ്റ് ഇടങ്ങളിൽ ഹിന്ദുക്കൾക്ക് മാത്രം പോരാ എന്നുള്ള ഒരു ന്യായം അവർ പറയും. ഏത് ക്രിസ്ത്യാനിയോ മുസ്ലിമോ കയറി നിരങ്ങട്ടെ എന്നുള്ള തരത്തിൽ DMK സർക്കാരിൻ്റെ കാലത്ത് മുരുകൻ ക്ഷേത്രത്തിൻ്റെ അകത്ത് ചെന്നിരുന്ന മാംസഭക്ഷണം കഴിക്കുവാൻ പോയ പർദ്ദയിട്ട ചില മഹതികളെ നാം കണ്ടിട്ടുള്ളതാണ്. വിജയുടെ സർക്കാരും അത്തരത്തിലുള്ളൊരു മനോഭാവം തന്നെയാണ് പല ക്ഷേത്രങ്ങളുടെ കാര്യത്തിലും പുലർത്തി വരുന്നത്. പക്ഷേ ഒരു ക്രിസ്ത്യൻ യുവതി, മുമ്പ് ക്രിസ്ത്യാനിയായിരുന്ന ഒരു അമേരിക്കൻ യുവതി ലോറ ഫ്രാൻസിസ് അയ്യങ്കാരായി മതം മാറിയപ്പോൾ അത് അവർക്ക് സഹിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അങ്ങനെ മനസ്സിലാക്കുന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. ജോസഫ് വിജയ് ആയതുകൊണ്ട് മാത്രമല്ല, വിജയുടെ നിയമസഭയിലെ സ്പീക്കർ, വിജയുടെ മന്ത്രിമാരിൽ പലരും എല്ലാവരും ക്രിപ്റ്റോ ക്രിസ്ത്യാനികളാണ്. സ്പീക്കർ പരസ്യമായിട്ട് പ്രഖ്യാപിത ക്രിസ്ത്യാനി തന്നെയാണ്. സ്പീക്കറാവുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ തൊഴിൽ കടൽ തീരങ്ങളിൽ ബൈബിൾ വിതരണം ചെയ്യുകയായിരുന്നു. ബസ്സുകളിലുമെല്ലാം ഈ വചന പ്രഘോഷണമായിരുന്നു. എനിക്കുണ്ടേലെന്ന എനിക്കില്ലേലെന്ന എന്നെ കർത്താവ് നോക്കിക്കൊള്ളും, വെള്ളയും വെള്ളയുമിട്ട ഇവിടുത്തെ നമ്മുടെ ബിനു വാഴവട്ടം ലൈൻ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിപാടി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭരണകൂടത്തിൽ നിന്ന് ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട. പക്ഷേ ഈ അമേരിക്കൻ യുവതി ലോറ ഫ്രാൻസിസ് അയ്യങ്കാർ എന്തായാലും ഈ വിഷയം അങ്ങനെ വിടുവാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നതുകൊണ്ട് അവർ കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ഭരത ചക്രവർത്തി വളരെ രൂക്ഷമായ ഭാഷയിൽ ജോസഫ് വിജയുടെ സർക്കാരിനെ വിമർശിക്കുകയും ചെയ്തു. ജസ്റ്റിസ് ഭരത ചക്രവർത്തി പറഞ്ഞത്, ഹിന്ദുമതം വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടുള്ളൊരു മതമാണ്, അത് എല്ലാവരെയും ഉൾക്കൊള്ളും. അതായത് ഇന്നലെ ക്രിസ്ത്യാനിയായിരുന്നൊരു യുവതിക്ക് അല്ലെങ്കിൽ യുവാവിന് അല്ലെങ്കിൽ ഒരാൾക്ക് ഹിന്ദുമതത്തിലേക്ക് വരുവാൻ പാടില്ല എന്നുള്ള ഒരു നിയമവും ഹിന്ദുമതത്തിൽ ഒരിടത്തും പറയുന്നില്ല. ഹിന്ദുമതം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരിതാണ്. ഒരു പടി കൂടി കടന്നു പറഞ്ഞാൽ ഭരത ചക്രവർത്തി പറയാത്തൊരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ഹിന്ദുമതം എന്നുള്ളത് നിരീശ്വരവാദികളെപ്പോലും സ്വീകരിക്കുന്ന ഒരു മതമാണ്. ഒരു മതവും, ലോകത്തൊരു മതവും നിരീശ്വരവാദിയെ സ്വീകരിക്കില്ല ഹിന്ദുമതമല്ലാതെ. അതിൻ്റെ കാരണം, ഹിന്ദുമതം എന്നുള്ളത് മതമായത് ജനങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും കൊണ്ടാണ്. അതൊരു സംസ്കാരമാകുന്നത്, ധർമ്മമാകുന്നത് നിരന്തരമായി നിലനിൽക്കുന്ന സനാതനധർമ്മം എന്ന സത്യത്തിലൂടെയാണ്. അത് എൻ്റെ പാണ്ഡിത്യം, എനിക്കതിലുള്ള ചെറിയ അറിവ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രം. അതുതന്നെയാണ് ഇവിടെയും വിഷയം. അപ്പോൾ ഈ ലോറ ഫ്രാൻസിസ് അയ്യങ്കാറിൻ്റെ കാര്യത്തിൽ അവർ പറയുന്നത്, ഹിന്ദുമതത്തിലുള്ള താല്പര്യവും അതിൻ്റെ പഠനത്തിന് ശേഷം അതിലുള്ള ആഴമേറിയ വിശ്വാസവും കാരണം 2023 അവരുടെ വിവാഹം കഴിഞ്ഞിരുന്നു. അതിനും വർഷങ്ങൾക്ക് മുമ്പ് അവർ ഹിന്ദുമതം സ്വീകരിച്ചിരുന്നു. 2023 സെപ്റ്റംബറിൽ പരമ്പരാഗത ഹിന്ദു ആചാരങ്ങൾക്കനുസൃതമായി വരദ ബാലാജി വെങ്കടകൃഷ്ണ എന്ന ഹിന്ദു യുവാവിനെ അവർ
അരുൾമിகு അഭീക്ഷിത വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചിരുന്നു. വിവാഹശേഷം വൈഷ്ണവ വിഭാഗത്തിൻ്റെ മതപരമായിട്ടുള്ള ആചാരങ്ങൾ പാലിക്കുകയും യഥാർത്ഥ ഹിന്ദു വിശ്വാസിയായി ജീവിച്ചു വരികയുമാണ് അവർ. ഈ അവരുടെ വിവാഹം നടന്ന ക്ഷേത്രമുണ്ടല്ലോ, ആ ക്ഷേത്രത്തിൽ അവർ വീണ്ടും സന്ദർശനം നടത്തിയപ്പോഴാണ് ഇപ്പോഴുള്ള വിവാദമുണ്ടായിരിക്കുന്നത്. അരുൾമിகு അഭീക്ഷിത വരദരാജ പെരുമാൾ ക്ഷേത്രം. ആ പേരൊന്ന് കുറച്ച് നീണ്ട പേരായതുകൊണ്ടാണ്, പ്രത്യേകിച്ച് ഞാൻ ആ ക്ഷേത്രത്തിൽ പോയിട്ടില്ല, അത്ര പരിചിതമായൊരു പേരുമല്ല, അതുകൊണ്ടാണ് ഞാനൊന്ന് നോക്കി വായിക്കുന്നത്. അരുൾമിகு അഭീക്ഷിത വരദരാജ പെരുമാൾ ക്ഷേത്രം. അതിൻ്റെ ഒരു അർത്ഥമെന്ന് ഞാൻ പറയുന്ന അരുൾമിகு, അതായത് അരുളുന്നത്, വരം തരുന്നത്, അഭീക്ഷിത ആഗ്രഹിക്കുന്നതെല്ലാം അനുഗ്രഹിച്ചു തരുന്ന വരദരാജ പെരുമാളിൻ്റെ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ വെച്ചാണ് ലോറ ഫ്രാൻസിസ് അയ്യങ്കാരായത്. അല്ലെങ്കിൽ അയ്യങ്കാരായത് നേരത്തെയായി ഹിന്ദുമതത്തിൽപ്പെട്ട ഒരു യുവാവിനെ വിവാഹം ചെയ്തത്. തൻ്റെ വിവാഹം നടന്ന ആ ക്ഷേത്രത്തിൽ അവർ വീണ്ടും ഒന്ന് സന്ദർശിക്കുവാനെത്തിയപ്പോൾ, ആ ക്ഷേത്രത്തിൽ ആരാധനയ്ക്കെത്തിയപ്പോൾ അവർ തടയപ്പെട്ടു. ഇതിൽ നിന്നൊരു കാര്യം പ്രേക്ഷകർക്ക് പ്രത്യേകം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. മുൻപ് അവർ ആ ക്ഷേത്രത്തിൽ പ്രവേശിച്ചിട്ടുള്ളതാണ്. അതും ഒരുപക്ഷെ സ്റ്റാലിൻ സർക്കാരിൻ്റെ കാലത്തായിരുന്നിരിക്കാം. പക്ഷേ വിവാഹം നടന്ന 2024 ശരിയാണ്, സ്റ്റാലിൻ സർക്കാരിൻ്റെ കാലത്ത് പോലും ലോറ ഫ്രാൻസിസിന് ആ ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ടായിരുന്നു. ജോസഫ് വിജയുടെ കാലത്ത് ലോറ ഫ്രാൻസിസിന് ഈ ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. ഇതിനെ തന്നെയാണ് ജസ്റ്റിസ് ഭരത ചക്രവർത്തി രൂക്ഷമായി വിമർശിച്ച് ഇത്തരത്തിലുള്ള നടപടികൾ ഒരു തരത്തിലും സ്വീകാര്യമല്ല എന്നുള്ള ശക്തമായ സന്ദേശം ജോസഫ് വിജയ്ക്ക് നൽകിയത്. ഇനി നാളെ ഈ വിധിക്കെതിരെയും ജോസഫ് വിജയ് സുപ്രീം കോടതിയിൽ പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായിട്ടുള്ള ഹിന്ദു വിരോധമാണ് ഞങ്ങളുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ആഖ്യാനം, ഞങ്ങളുടെ അടിസ്ഥാന തത്വം എന്നുള്ളത് അവരുടെ പ്രവർത്തികളിലൂടെ നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് തമിഴക വെട്രിക്കഴകം. അടിസ്ഥാനപരമായിട്ട് ഇൻസ്റ്റാഗ്രാമിലെ റീലുകളും യൂട്യൂബിലെ ഷോർട്സുകളുമൊക്കെയായി വ്യാജ പ്രചരണങ്ങളിലൂടെ ക്ഷേത്രങ്ങളുടെ പണം ക്ഷേത്രങ്ങൾക്ക് മാത്രമായി വിനിയോഗിക്കുവാനാണ് വിജയ് സർക്കാരിൻ്റെ തീരുമാനം. ഹിന്ദുക്കൾക്ക് ആശ്വാസം എന്നുള്ള കാർഡുകളൊക്കെ ഇറക്കി വ്യാജ പ്രചരണം നടത്തുവാൻ TVKയുടെ IT വിഭാഗമുള്ളിടത്തോളം കാലം തങ്ങൾ സുരക്ഷിതരാണ് എന്നാണ് അവരുടെ മൂഢവിശ്വാസം. ഇത്തരത്തിൽ ഈ ഞാനിപ്പോൾ പറഞ്ഞ ക്ഷേത്രങ്ങളുടെ പണം ക്ഷേത്രങ്ങൾക്ക് മാത്രം എന്നുള്ളതിൽ ഒരു അർത്ഥസത്യമുണ്ട്. അത് പക്ഷേ ഒരു വലിയ കള്ളത്തരവും കൂടിയാണ്. ക്ഷേത്രങ്ങളുടെ പണം സ്റ്റാലിൻ സർക്കാർ ഏതാണ്ട് 240 പദ്ധതികൾക്കായി വകമാറ്റി ചിലവഴിക്കുവാൻ തീരുമാനിച്ചിരുന്നു. ആ 240 പദ്ധതികളും റദ്ദ് ചെയ്തു എന്നുള്ളതല്ലാതെ ആ പണം, ആ പദ്ധതികളിലേക്ക് പോകേണ്ടിയിരുന്ന പണം അല്ലെങ്കിൽ പോയിക്കൊണ്ടിരുന്ന പണം ഇനി മുതൽ എന്ത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഒരുപക്ഷെ നാളെ തമിഴ്നാട്ടിലൊട്ടാകെ ഇപ്പോൾ തന്നെ നമ്മുടെ ആളാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ ഓരോ ഗ്രാമത്തിലും ഓരോ പള്ളി എന്നുള്ള തിമോത്തി ഇനിഷ്യേറ്റീവിൻ്റെ അതേ ആശയവുമായി നിരവധി വെള്ളയും ഇട്ട എനിക്കുണ്ടേലെന്ന എനിക്കില്ലേലെന്ന ടീമുകൾ തമിഴ്നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ബൈബിളുകളും പൊക്കിപ്പിടിച്ച് അലഞ്ഞു തിരിയുന്നുണ്ട്. അവർക്ക് ഒരു ധനസഹായമായി ക്ഷേത്രങ്ങളുടെ ഫണ്ട് പോയാലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അതിനവർ പറയുവാൻ പോകുന്ന ന്യായവും ഞാനിപ്പോഴേ പറയാം. ഈ ഉത്തരേന്ത്യയിലുള്ള സനാതനധർമ്മമല്ല ഞങ്ങളുടെ മതവിശ്വാസം. ഞങ്ങളുടെ മതവിശ്വാസം തമിഴൻ്റെ മതവിശ്വാസമാണ്. തമിഴന്മാരിൽ അയ്യങ്കാർമാർ എപ്പോഴും ക്രിസ്ത്യാനികൾക്ക് ഇത്തരത്തിലുള്ള സംഭാവനകൾ നൽകിയിരുന്നു. അല്ലെങ്കിൽ ശൈവ മതവിശ്വാസികൾ, ശിവൻ തന്നെ പണ്ട് ക്രിസ്തുവിന് ഈ അവസാന അത്താഴത്തിന് അപ്പം മുറിച്ചു കൊടുത്തത് ശിവനായിരുന്നു എന്നുള്ള ന്യായങ്ങൾ തമിഴന്മാർ പറഞ്ഞാലും പറയും. കാരണം തിരുക്കുറൾ എഴുതിയ തിരുവള്ളുവർ ഒരു ക്രിസ്ത്യൻ പാതിരിയിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത് എന്ന് നട്ടാൽ കുരുക്കാത്ത, കണ്ണിൽ ചോരയില്ലാത്ത നുണ പറഞ്ഞ ടീമുകളാണിതെല്ലാം. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രചരണം ഉണ്ടായാലും മറുവാദങ്ങൾ ഇത്തരത്തിൽ വന്നാലും, ഞാൻ പറഞ്ഞതുപോലെ വന്നാലും, തമിഴൻ്റെ ഒരു പാരമ്പര്യമാണ് ക്രിസ്തു മതവിശ്വാസികളെ ഇങ്ങനെ സഹായിക്കുക എന്ന വാദം ഉയർന്നു വന്നാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. എന്തായാലും തമിഴ്നാട് ഹൈക്കോടതി തൽക്കാലത്തേക്ക്, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഭരത ചക്രവർത്തി ഈ ഒരു പ്രക്രിയയ്ക്ക് തടയിട്ടിരിക്കുകയാണ്. രൂക്ഷമായ വിമർശനത്തിലൂടെ, ട്രോളന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ തൽക്കാലത്തേക്കെങ്കിലും ജോസഫ് വിജയിയെയും അദ്ദേഹത്തിൻ്റെ സഹമന്ത്രിമാരെ എന്ന് പറയുന്നതിനേക്കാൾ ക്രിപ്റ്റോ ക്രിസ്ത്യൻസിനെയും എയറിലാക്കി നിർത്തിയിരിക്കുകയാണ്. തുടർന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെതിരെയും സുപ്രീം കോടതിയെ സമീപിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. ജോസഫ് വിജയ് അത്തരത്തിലുള്ള ഹിന്ദു വിരുദ്ധതയുമായി തുടരുക തന്നെ ചെയ്യും. ഇതിൻ്റെ പര്യവസാനം ഒരുപക്ഷെ സ്റ്റാലിനേക്കാളും ദയനീയമായിരിക്കുമെന്നുള്ള കാര്യം കാലം പറയുന്നതാണ്, കർമ്മം തെളിയിക്കുന്നതാണ്. കർമ്മ എപ്പോഴും
ഓരോരുത്തരെയും തേടി അവർക്ക് കൃത്യമായ അളവിൽ അതിൻ്റെ ഫലം നൽകുവാനായി എത്തുക തന്നെ ചെയ്യുമെന്നുള്ളത് കാലാകാലങ്ങളായി നമ്മുടെ മുൻപിൽ കണ്ടുവരുന്ന ഉദാഹരണങ്ങളാണ്. ആ ഉദാഹരണത്തിലൊന്നായി ഒരു സ്റ്റാലിനേക്കാളും അധപ്പതിച്ച നിലയിലേക്ക് എത്തുവാനാണ് വിജയുടെ യോഗമെങ്കിൽ അത് തടയുവാനും ആർക്കും സാധിക്കില്ല. എന്തായാലും വിധി പോലെ വരട്ടെ വിജയുടെ വിധി എന്ന് മാത്രമേ ഇപ്പോൾ പറയുവാനുള്ളൂ. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.